ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു പറയുകയാണ്, നീ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിനക്ക് ചെയ്തു തരുന്ന ഒരുപാട് അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ നിനക്ക് തരാം, നിനക്കെല്ലാം ഞാൻ വർദ്ധിപ്പിച്ചു തരാം. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ചറപ്പ് പറയുന്ന ഒന്നാമത്തെ വാഗ്ദാനമാണ്, നീ ഞാൻ പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ, അല്ലാഹു പറയുന്നു നീ എന്നോട് നന്ദി കാണിച്ചാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നല്ലോ. കാണാൻ അല്ലാഹു കണ്ണിന് കാഴ്ച തന്നു, ചെവിക്ക് കേൾവി തന്നു, സംസാരിക്കാനുള്ള കഴിവ് തന്നു, കയ്യും കാലും കരളും എല്ലാം അല്ലാഹു നമുക്ക് തന്നല്ലോ. ഈ തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മളിൽ എത്ര പേരാണ് നന്ദി കാണിക്കുന്നത്? നമ്മൾ എത്ര പേരാണ് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിനക്കെന്താണ് വേണ്ടത് ഞാൻ നിനക്ക് തരാം. സമ്പത്ത് വേണോ, സൗകര്യം വേണോ, ജോലി വേണോ, വീട് വേണോ, നിനക്കെന്താണ് വേണ്ടത്? വേണ്ടത് മുഴുവനും ഞാൻ നിനക്ക് തരാം, നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവര് വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും മറന്നു പോകുന്നവരാണ്, നമ്മൾ ശുക്ർ ചെയ്യാത്തവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എവിടെന്ന് പറയുന്നു, നന്ദി ചെയ്യുന്നത് വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നവരാ, നമ്മളെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നവരാ. പടച്ചവനെ, നന്ദി കാണിക്കുന്നത് കുറഞ്ഞ വിഭാഗം മാത്രമാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ഉമർ തങ്ങൾ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ ആ കച്ചവടം നടക്കുന്ന, വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളമുണ്ടല്ലോ, ആ കമ്പോളത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോ ഒരു മനുഷ്യനിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ. പടച്ചവനോട് പറയുന്നു, അല്ലാഹുവേ, ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണേ തമ്പുരാന്, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന്. വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലിരുന്ന് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മനുഷ്യനെ കണ്ടപ്പോ ഖലീഫയായ ഉമർ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. ഉമർ തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്നല്ലോ, ന്യൂനപക്ഷത്തിൽ പെടാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നല്ലോ. ഉമർ തങ്ങൾ ചോദിക്കുന്നു, ആരാ ന്യൂനപക്ഷമാരാ? ആ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആരാണ്? ആ സമയത്ത് ആ കമ്പോളത്തിലിരിക്കുന്ന മനുഷ്യൻ പറയുകയാ, അതാ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വഖലീലൻ മിൻ ഇബാദിഹി ശകൂർ. അല്ലാഹുവിന് നന്ദി കാണിക്കുന്നത് കുറച്ചു പേരാണ്, ന്യൂനപക്ഷമേ ഉള്ളൂ. അല്ലാഹുവിന് നന്ദി കാണിക്കുന്നത് ന്യൂനപക്ഷമാണ്, കുറച്ചു പേര് മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. ആ കുറഞ്ഞവരിൽ എന്നെ പെടുത്തണേ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. ഉമർ തങ്ങൾ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ. ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെയും പെടുത്തണേ തമ്പുരാന് എന്ന് പടച്ചവനെ ഉമർ തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ, ഈ പരിശുദ്ധമായ റമളാൻ എല്ലാം കഴിഞ്ഞ് 6 നോമ്പ് പിടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? പടച്ചവൻ ചെയ്തു തന്ന നിഅമത്തിന്റെ വലുപ്പം നമ്മളിൽ പലർക്കും അറിയുന്നില്ലടോ. നമ്മൾ നന്ദിയില്ലാത്തവരാവുകയാ.
നമ്മൾ നന്ദി കാണിക്കാത്തവരാവുകയാ. പടച്ചവനെ, വെമ്പായം ടൗണിലൂടെ നിന്റെ വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്ന നാൽക്കാലിയായ നായുണ്ടല്ലോ, ഒരിക്കലെങ്കിലും നീ അതിനൊന്ന് ഭക്ഷണം കൊടുത്താൽ പിന്നെ എവിടെ വെച്ച് കണ്ടാലും അത് നന്ദി കാണിക്കുമടോ. ആ നാൽക്കാലിക്ക് പോലും നല്ല മനസ്സുണ്ടെങ്കിൽ, പക്ഷേ നമ്മളിൽ പലർക്കും ആ മനസ്സില്ലാതെ പോവുകയാണ്. നമ്മൾ നന്ദിയില്ലാത്തവരാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ പരിചയപ്പെടുത്തുകയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി മുഴുവനും തന്റെ കാല് നീര് കെട്ടുന്ന രീതിയിൽ നബി തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോ രണ്ട് കാലും നീര് കെട്ടുന്ന രീതിയിൽ നബി തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയേ അല്ലാഹു നിങ്ങളുടെ പാപം മുഴുവനും പുറത്തു തന്നല്ലോ, നിങ്ങളല്ലേ നബിയെ സ്വർഗം തുറക്കുന്നത്, പിന്നെ എന്തിനാണ് കാല് നീര് കെട്ടുന്ന രീതിയിൽ പാതിരാത്രി മുഴുവനും അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ മറുപടി, ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ എന്ന് നബി തങ്ങൾ പോലും അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദിയുള്ളവരാണോ? നമ്മൾ നന്ദിയുള്ള അടിമയാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചില അടിമകളെ കുറിച്ച് അല്ലാഹു തന്നെ വിശുദ്ധമായ ഖുർആനിൽ പറയുകയാ. അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന ചില അടിമകളെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ പ്രവാചകൻ ആരെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്. അല്ലാഹു നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? ദുർരിയത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു നൂഹ് എന്ന് പറയുന്ന അടിമയെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് എന്ന് പറയുന്ന അടിമ അല്ലാഹുവിനോട് നന്ദിയുള്ള അടിമയാണ്. നൂഹ് നബി നന്ദിയുള്ള അടിമയാണ്. എന്തുകൊണ്ടാണ് നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബിക്ക് ഉണ്ടായിരുന്ന പ്രത്യേകത എന്തെന്നറിയുമോ? നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു ഗുണം നൂഹ് നബിക്ക് ഉണ്ടായിരുന്നടോ. നൂഹ് നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നൂഹ് നബിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. പടച്ചവനെ, എന്ത് ചെയ്താലും, ഭക്ഷണം കഴിച്ചാലും, വെള്ളം കുടിച്ചാലും, വസ്ത്രം ധരിച്ചാലും, എന്ത് ചെയ്യുമ്പോഴും മഹാനായ നൂഹ് നബി പറയുമായിരുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നൂഹ് നബിയുടെ ഒരു പ്രത്യേകതയാ. നൂഹ് നബി പറയും അൽഹംദുലില്ലാഹ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ നൂഹ് നബി പറയും അൽഹംദുലില്ലാഹ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാ നൂഹ് നബി പറയും അൽഹംദുലില്ലാഹ്. ഒരു വസ്ത്രം ധരിക്കാൻ കിട്ടിയാ നൂഹ് നബി പറയും അൽഹംദുലില്ലാഹ്. പടച്ചവനെ, നൂഹ് നബിയുടെ ഒരു പ്രത്യേകതയാണ്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നന്ദിയുള്ള ഒരടിമയാണെന്ന് ഖുർആനിൽ അല്ലാഹു പറയാൻ. നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുന്നുണ്ട്, നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള ഒരടിമയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ നൂഹ് നബിയുടെ ജീവിതം എടുത്തു നോക്ക്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത, എന്ത് ചെയ്യുമ്പോഴും നൂഹ് നബി അൽഹംദുലില്ലാഹ് പറയുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുഖമാണോ? സുഖമാണോ? നീ അപ്പോഴും ആലോചിക്ക, അൽഹംദുലില്ലാഹ് പറയണോ? നീ നന്ദിയുള്ളവനാണോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ നീ വാഴതൊന്നും കേൾക്കണ്ട. നിന്റെ അടുക്കൽ ഒരാള് ചോദിച്ചു സുഖമാണോ, നീ എന്തു പറയും? ആണെന്ന്.
ആണെന്നാ പറയാ, അല്ലെങ്കിൽ അല്ല എന്ന് പറയാ. എന്നാ നിനക്ക് എന്താ കുഴപ്പമെന്താ? നിനക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ട് നിനക്കൊരു അൽഹംദുലില്ലാ പറയാൻ മടി? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറ ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി, ഇവിടെ പള്ളിയിലെ ശബീഖ് ഉസ്താദി ചോദിക്കണ പോലെ ചോദിച്ചു, ഹബീബെ സുഖമാണോ? അജയനെ നിങ്ങൾക്ക് സുഖമാണോ? നബി തങ്ങൾ ചോദിച്ചു ആ സഹാബിയോട്, നിനക്ക് സുഖമാണോ? ആ സഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാ ഖൈർ, എനിക്ക് സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോ നബി തങ്ങൾ ഒറ്റ ദുആ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാള് പുറകിൽ കയറി വന്നു. ആ സഹാബിയോട് ചോദിച്ചു, സുഖമാണോ? ആണ് നബിയെ, സുഖമാണ് നബിയെ, ഖൈർ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. ഇങ്ങനെ ചിരിച്ചു. അപ്പൊ ആ സഹാബി ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേ നബിയെ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാ, നിനക്ക് ദുആ ഇല്ലേ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഇനി പറ, സുഖമാണോ? അതിനെ മസില് പിടിക്കാതെ പറ, സുഖമാണോ? അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ പറയാനുള്ള മനസ്സ് നിനക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ശുക്റാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് ജീവിതത്തിൽ എന്തുമാകട്ടെ, എല്ലാവർക്കും പറയാൻ പറ്റൂല. ഈ അൽഹംദുലില്ലാ എന്ന നാവിൽ നിന്ന് വരാൻ എല്ലാ മുസ്ലിമിനും പറ്റൂല. അത് പറയണമെങ്കിൽ ഈമാൻ ഉണ്ടാകണം. അത് ഈമാനുള്ളവന്റെ വായിന്ന് വരൂ, എല്ലാവർക്കും പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും, ദുഃഖവും ദുരിതവും എന്തും വരട്ടെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും, ദുഃഖങ്ങൾ വരും, ദുരിതങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. എല്ലാം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നീ അൽഹംദുലില്ലാ പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മകന്റെ റൂഹ് പിടിച്ചു മലക്കുകൾ. നിന്റെ മകൻ മരിച്ചുപോയി. ആ മനുഷ്യൻ നിന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, അവന്റെ കരളിന്റെ കഷ്ടത്തെ പിടിച്ചുകൊണ്ട് വന്നപ്പോ ഓൻ എന്താ പറഞ്ഞെന്ന്. അള്ളാഹു അപ്പോഴും ചോദിക്കുന്നത്, അവൻ എന്താ പറഞ്ഞേ? അപ്പോഴും അള്ളാഹുവിനോട് മലക്കുകൾ പറയുന്ന, പടച്ചവനെ, അവൻ നിന്നെ സ്തുതിക്കുകയാണ്. അപ്പോഴും അവൻ നിന്നെ സ്തുതിക്കുകയാണ്. അവിടെ അൽഹംദുലില്ലയാണ് പറഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു കൊട്ടാരം പണിയാറ് വെമ്പായം ടൗണിലല്ല ചെറുപ്പക്കാരാ. അല്ലാഹു പറയുന്ന, സ്വർഗത്തിൽ ഒരു വീട് പണിയാൻ. എന്നിട്ട് ആ വീടിന്റെ പേര് വെക്കുകയാണ് ബൈത്തുൽ ഹംദ്. അത് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കുകയാണ്. ആ വീട് ആർക്കുള്ളതാണെന്നറിയുമോ? ആ അൽഹംദുലില്ലാ പറഞ്ഞവനുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നാവിന്റെ തുമ്പിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ശുക്റിന്റെ വാചകമുണ്ടല്ലോ, അത് എല്ലാവർക്കും കടന്നു വരുന്നതല്ല. ജീവിതത്തിൽ എന്ത് പ്രയാസമാകട്ടെ, മാരകമായ രോഗമാകട്ടെ, എന്തെല്ലാം പ്രതിസന്ധികളാകട്ടെ, എന്ത് പ്രയാസം ജീവിതത്തിൽ കടന്നു വന്നാലും അത് പറയാ കഴിയണം സഹോദരാ. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പടച്ചവനെ, മഹാനായ ഉർവറിന്റെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? എന്റെ പൊന്നുമോനെ, കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദന എടുക്കുകയാണ്. ഉർവറിയല്ലാഹു തആലാന്റെ കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. പടച്ചവനെ, വൈദ്യന്മാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, തങ്ങളെ കാല് പഴുക്കുകയാണ്, വിരല് മുറിച്ചു മാറ്റണം. റളിയല്ലാഹു തആല സമ്മതിച്ചില്ല. അവിടെ നിന്ന് പടച്ചവനെ, ആഴ്ചകൾ കഴിയുകയാണ്, കാലിന് വല്ലാത്ത വേദനയായി. വൈദ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു വിരലല്ല, മറ്റുള്ള വിരലുകളിലേക്ക് പഴുപ്പിങ്ങനെ പകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കാൽപ്പത്തി മുറിച്ചു മാറ്റണം. അല്ലെങ്കിൽ മുകളിലേക്ക് കയറും തങ്ങള്. റളിയല്ലാഹു തആല കാല് മുറിക്കാൻ തയ്യാറായില്ല. അവസാനം കാൽപ്പത്തി മുഴുവനും പഴുപ്പായി, വേദന കൂടുകയാണ്. മൂന്നാമതും വൈദ്യന്മാര് നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് കാല് മുറിച്ചു മാറ്റണം. അവസാനം ഒരു വഴിയില്ലാതെ വന്നപ്പോ റളിയല്ലാഹു തആല അവിടെ നിന്ന് കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാ.
അങ്ങനെ അവസാനം വൈദ്യന്മാര് ഉർവതങ്ങളുടെ കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. പടച്ചവനെ ഉർവതങ്ങളുടെ ചാരത്ത് വന്നിട്ട് അതാ കള്ള് കൊണ്ടുവന്ന് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുകയാ. കുടിക്കണം തങ്ങള്. ഉർവതങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാ ലഹരി കുടിക്കുന്നത്? കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ, കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ, അതുകൊണ്ട് വേദനയ്ക്കൊരു ശമനം കിട്ടാറ്. പടച്ചവനെ അറിയാതെ ഇരിക്കാനാണിത് കുടിക്കാൻ പറയുന്നത്. റളിയല്ലാഹു തആല പറഞ്ഞു, ഒരിക്കലും കള്ളില് ശിഫയില്ല, എന്തു വന്നാലും ഞാൻ കുടിക്കൂല. വൈദ്യന്മാര് സങ്കടത്തിലായി. പിന്നെ എങ്ങനെയാണ് കാല് മുറിച്ച് മാറ്റുന്നത്? അവസാനം ഉർവതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ച് മാറ്റിയാ പോരെ? അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. മഹാനായ റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ ഒളിവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ ഒതുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. മഹാനായ റളിയല്ലാഹു തആല അങ്ങനെ ഒതുവെടുത്തിട്ട് നമസ്കാരത്തിന് വേണ്ടി കിടന്നു വരികയാണ്. പടച്ചവനെ അവിടുന്ന് നിയ്യത്ത് ചെയ്തിട്ട് അവിടുന്ന് കൈകെട്ടുകയാണ്, അവിടുന്ന് ഫാത്തിഹ ഓതുകയാണ്. പടച്ചവനെ റളിയല്ലാഹു തആല നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ വൈദ്യന്മാര് പടച്ചവനെ റളിയല്ലാഹു തആലാവിന്റെ ഒരു കാലപടന്ന് മുറിച്ചു മാറ്റുകയാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന റളിയല്ലാഹു തആലാവിന്റെ ഒരു കാല് വെട്ടി മുറിക്കുകയാണ്. മോനെ, ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ല പറയുന്നത്. ആർക്ക് വേണമെങ്കിലും റളിയല്ലാഹു തആലാവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങളുടെ ഒരു കാലപടന്ന് മുറിച്ചു മാറ്റുകയാ. മഹാനവറുകളെ നമസ്കാരത്തിലാണ്. പടച്ചവനെ അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ, ഒരു കാല് മുറിച്ചു മാറ്റികെട്ടറിയാതെ ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. പടച്ചവനെ പൈപ്പ് പൊട്ടികെട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ബ്ലഡ് ഒഴുകുകയാണ്. അവസാനം ഉർവതങ്ങളുടെ കാലിൽ നിന്ന് ബ്ലഡ് നിൽക്കാതെ ഒഴുകുമ്പോ അതാ സൈത്തണ്ണ തിളപ്പിക്കുകയാ. സൈത്തണ്ണ തിളപ്പിച്ചിട്ട് പെട്ടെന്ന് ബ്ലഡ് നിൽക്കാനുള്ള വഴി അങ്ങനെയാണ്. അതുകൊണ്ട് അവര് ചെയ്തിരുന്നത് അങ്ങനെയാണ്. തിളപ്പിച്ച സൈത്തണ്ണ കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റളിയല്ലാഹു തആലാവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉർവതങ്ങൾ അപ്പോഴും നമസ്കാരത്തിലാ. ആ തിളച്ച എണ്ണ മുക്കിയിട്ട് റളിയല്ലാഹു തആല അറിയുന്നില്ല. കാരണം ഏത് ആയത്താ ഓതുന്നതെന്ന് അറിയുമോ? ഇങ്ങനെ ഒരായത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ കാലിൽ മുക്കുന്നത്. ഉർവതങ്ങൾ അറിഞ്ഞില്ല. അവസാനം അവിടുന്ന് ബോധം കെട്ട് താഴെ വീഴുകയാണ്. വൈദ്യന്മാര് മരുന്ന് വെച്ച് കെട്ടി. മഹാനായ റളിയല്ലാഹു തആലാവിന് ബോധമില്ലാതെ കിടക്കുകയാണ്. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. ആരാ പറയുന്നത്? കാല് മുറിച്ചു മാറ്റിയെന്നാരാ പറയുന്നത്? പറഞ്ഞ സങ്കടം വരുമല്ലോ. അങ്ങനെ വൈദ്യന്മാര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ റളിയല്ലാഹു തആലാവിനെ തേടിക്കൊണ്ട് മനുഷ്യൻ ഓടി വരികയാണ്. ഒരു കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവതങ്ങൾ? എവിടെ? എന്തിനാ മോനെ ഉർവതങ്ങളെ തിരയുന്നത്? കുടുംബക്കാരൻ പറഞ്ഞു, റളിയല്ലാഹു തആലാവിന്റെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടിരിക്കുകയാണ്. മരണവാർത്ത പറയാമെന്നതാണ്. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. ഒരു കാല് മുറിച്ച് കിടക്കുന്ന മനുഷ്യനാണ്, അതുപോലെ മറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യനോട് തന്റെ പൊന്നാര മകനും മരണപ്പെട്ടു പോയെന്ന് പറയുന്നത്? അങ്ങനെ എല്ലാവരും സങ്കടത്തോടെ നിൽക്കുമ്പോ ഉർവതങ്ങളുടെ ബോധം തിരിച്ചു വരികയാ. ഉർവതങ്ങളുടെ ബോധം തിരിച്ചു വരികയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ
നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഉർവ തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? ഇന്നാലില്ലാ പടച്ചവനെ അവിടെന്ന് പറഞ്ഞു തങ്ങള്. ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു പോയി തങ്ങള്. അപ്പോഴും പറയുന്നു ഇന്നാലില്ലാ അൽഹംദുലില്ലാ. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. എന്ത് പറ്റി തങ്ങള്? എന്തിനാണ് അൽഹംദുലില്ലാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖവും ദുരിതവുമായി മനസ്സിന്റെ ഉള്ളിൽ വേദനയുമായിരിക്കുന്ന മുസ്ലിമേ, തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, പടച്ച റബ്ബ് 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. പടച്ചവനെ 2 കാലില്ലാത്ത എത്രയോ പേരുണ്ട്. നടക്കാൻ കഴിയാതെ ഇഴഞ്ഞിടഞ്ഞ് നടക്കുന്ന എത്രയോ പേരുണ്ട്. അല്ലാഹു 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. ഒരെണ്ണം അല്ലാഹു ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാ. 7 മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ അല്ലാഹു ആയുസോടെ തന്നല്ലോ. അൽഹംദുലില്ലാ. ഈ ഒരു ഗുണമാണോ നമുക്ക് വേണ്ടത്? നീ എപ്പോഴും മുകളിലേക്ക് നോക്കുന്നത് എന്തിനാണ്? വാടക വീട്ടിൽ കിടക്കുന്ന സഹോദരാ, മോനെ, 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടോ. കടൽ തിണ്ണയിൽ കിടക്കുന്നവരില്ല, പ്രയാസങ്ങളുടെ നടുവിൽ നടക്കുന്നവരില്ല. അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ഓർത്തിട്ട് നീ അവിടെന്ന് പറയണം അൽഹംദുലില്ലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞ മറുപടി ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അല്ലാഹുവിനോട് നന്ദിയുള്ള അടിമയാണ്. രണ്ടാമതായിട്ട് അല്ലാഹു പരിചയപ്പെടുത്തിയ പ്രവാചകൻ ആരെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുന്നു ഇബ്രാഹിം നബി നന്ദിയുള്ള ഒരടിമയാണ്, നന്ദിയുള്ള ഒരടിമയാണ്. ആ ഇബ്രാഹിം നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ സഹോദരാ? ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാത്ത പ്രവാചകനാ. ഇബ്രാഹിം നബിക്ക് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പടച്ചവനെ പാപങ്ങളെ തേടി നടക്കുമായിരുന്നു, പാപങ്ങളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. പടച്ചവനെ എവിടെയെങ്കിലും വെച്ച് പാവപ്പെട്ടവരെ കണ്ട യഥാ ഇബ്രാഹിം നബി വിളിച്ചു കൊണ്ടുവന്നു ഭക്ഷണം കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്വഭാവമുള്ള പലരുമുണ്ട്. പാവപ്പെട്ടവരെ മുത്തല്ലിമീങ്ങളാകട്ടെ ഉസ്താദന്മാരാകട്ടെ ഭക്ഷണം കൊടുക്കുന്നതിന് വല്ലാത്ത ആത്മാർത്ഥത കാണിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ ഇടയിലുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇബ്രാഹിം നബിക്കൊരു സ്വഭാവമുണ്ട്, ഒറ്റയ്ക്കിരുന്ന് കഴിക്കൂല. നമ്മളോ നമ്മുടെ വീട്ടിൽ വിരുന്നുകാര് വന്നാ നമ്മൾ ചോദിക്കും ചോറെടുക്കട്ടെ. വിരുന്നുകാര് വന്നാ എന്നാ എടുത്തു വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കലല്ല, നിനക്ക് വേണോന്നാ ചോദിക്കാം. ആരെങ്കിലും പറയോ വേണോന്ന്? എടാ, നിന്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു, നീ ഭക്ഷണം എടുത്തു വെച്ചു, ആ കഴിക്ക് നിർബന്ധിക്കാ വന്ന കഴിക്കണ്ട, കൂടെ വന്നിരിക്കും പറയാറുണ്ടോ? ചോറെടുക്കട്ടെ ആരെങ്കിലും പറയോ? നമ്മുടെ സ്വഭാവം അങ്ങനെ. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരാളെ ഇങ്ങനെ തെരഞ്ഞു നടന്നു, ആരെയും കണ്ടില്ല. വഴി വെച്ചൊരു ചങ്ങാതി കിട്ടി, വാ വിളിച്ചോണ്ട് വന്നു, വാ ഭക്ഷണം തരാം. ഇബ്രാഹിം നബി വിളിച്ചുകൊണ്ട് വന്നു, ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഇബ്രാഹിം നബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ ചങ്ങാതി ബിസ്മി ഒന്നും പറഞ്ഞില്ല, വാരി കഴിക്കാൻ തുടങ്ങി. ഇബ്രാഹിം നബി ചോദിച്ചു, ബിസ്മി പറയുന്നില്ലേ? ബിസ്മി അതെന്താണ്? സത്യം പറഞ്ഞ അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. ഇബ്രാഹിം നബിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, ചൂടായി. അയാളെ ഇറക്കി വിട്ടു. ആ ചങ്ങാതി വളരെ സങ്കടത്തോടെ ഇറങ്ങിപ്പോയി. അയാളങ്ങ് ഇറങ്ങിപ്പോയി വളരെ സങ്കടത്തോടെ. തിന്നുന്ന ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ വളരെ സങ്കടത്തോടെ അദ്ദേഹം ഇറങ്ങിപ്പോയി. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇബ്രാഹിമേ,
ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തത് ആരാന്ന് വെച്ചു. ഇബ്രാഹിം നബിയോട് അള്ളാഹു ചോദിച്ചു, ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തതാരാ? അല്ലാ, നീയാ അല്ലാ. എടാ, എന്നെ വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, എന്നിട്ട് ആ മനുഷ്യൻ ഇത്രയും കാലം ഞാൻ ഭക്ഷണം കൊടുത്തു, നിനക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അല്ലാ വഴക്കു പറഞ്ഞു. ഇബ്രാഹിം നബി ഇറങ്ങി ഓടി. ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പോയി. അയാൾ വിചാരിച്ചു തല്ലാൻ വരുന്ന, അയാൾ ഓടി. ഇബ്രാഹിം നബി കൂടെ ഓടി. അവസാനം ഓടി ചെന്നിട്ട് ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിൽ വരണം, ഭക്ഷണം കഴിക്കണം, ഞാൻ വിടൂല. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങളല്ലേ ഇപ്പൊ ഇറക്കിവിട്ടെ? നിങ്ങൾ എന്നെ കളിയാക്കുന്നു? ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളല്ലേ എന്നെ ഇറക്കിവിട്ടെ? ഇപ്പൊ എന്താ വന്ന് വിളിക്കണേ? ഇബ്രാഹിം നബി പറഞ്ഞു, കരയാൻ തുടങ്ങി. നിങ്ങൾ വരാതെ ഇനി പറ്റൂല, നിങ്ങളെവിടെ, ഞാൻ നിങ്ങളെ വിടൂല, നിങ്ങൾ എന്റെ വീട്ടിൽ വരണം, ഭക്ഷണം കഴിക്കണം. അവസാനം അയാൾ ചോദിച്ചു, എന്തേ പെട്ടെന്നൊരു മനംമാറ്റം വന്നേന്ന്? അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിന്നെ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ, നിന്നെ സങ്കടപ്പെടുത്തിയപ്പോ എന്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു, എന്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ മറുപടി കേട്ടപ്പോ ആ മനുഷ്യൻ ചോദിച്ചു, എന്റെ മനസ്സ് വേദനിച്ചപ്പോ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ വഴക്കു പറഞ്ഞു. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ ഭക്ഷണം എടുത്തു വെച്ചു, കഴിക്കാൻ ആളില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ തെരഞ്ഞു നടന്നു, ആളെ കിട്ടിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇബ്രാഹിം നബി തെരഞ്ഞു നടന്നിട്ട് ആളെ കിട്ടിയില്ല. ഇബ്രാഹിം നബി കരയാൻ തുടങ്ങി. അള്ളാഹുവിനോട് മലക്കുകൾ ചോദിച്ചു, പടച്ചോനെ, ഞങ്ങൾ പോകട്ടെ അല്ലാ, മനുഷ്യന്റെ രൂപത്തിൽ ഞങ്ങൾ പോകട്ടെ. കാരണം ഇബ്രാഹിം നബിയുടെ സങ്കടം കണ്ടിട്ട് മലക്കുകൾ പോലും അള്ളാഹുവിനോട് ചോദിച്ചു, ഞങ്ങൾ പോകട്ടെ മനുഷ്യന്റെ രൂപത്തിൽ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇബ്രാഹിം നബിയോട് ആ മലക്കുകൾ അവിടെ നിന്ന് പറയുകയാ, ഞങ്ങൾ കുഷ്ഠരോഗം പിടിച്ചവരാ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഞങ്ങൾ കുഷ്ഠരോഗം പിടിച്ചവരാ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുമോ? ഇബ്രാഹിം നബിയുടെ മറുപടി എന്തെന്നറിയോ? അൽഹംദുലില്ലാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ ഒരു മാരകമായ രോഗം നിങ്ങൾക്ക് തരണമെങ്കിൽ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു ഇത്രയും വലിയ ഒരു പരീക്ഷണം തരണമെങ്കിൽ അള്ളാഹ്ക്ക് അത്ര സ്നേഹം കൂടിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും വരണം എന്റെ വീട്ടിൽ എന്ന് ഇബ്രാഹിം നബി അവിടെ നിന്ന് വിളിച്ചു എന്ന് ചരിത്രം പറയുമ്പോ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം നബി നന്ദിയുള്ള ഒരു അടിമയാണെന്നാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ആ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ അള്ളാഹു ദാവൂദ് നബിയുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത് ആ കുടുംബം തന്നെ നന്ദിയുള്ള കുടുംബം. എന്താ പ്രത്യേകത? നബിതങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എപ്പോ നോക്കിയാലും ദാവൂദിന്റെ വീട്ടിൽ ആരെങ്കിലും ഇബാദത്ത് ചെയ്യുകയാണ്. കാരണം ദാവൂദ് നബി അലൈഹിസ്സലാം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒരു സമയം ദാവൂദ് നബിക്കുണ്ട്. ദാവൂദ് നബിയുടെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇബാദത്ത് ചെയ്യണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നീ. ഇങ്ങനെ ഓരോരുത്തർക്കും ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ ദാവൂദ് നബി സമയം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എപ്പോ നോക്കിയാലും ആരെങ്കിലും ഒരാള് ദാവൂദ് നബിയുടെ വീട്ടിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് ആ കുടുംബത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നന്ദിയുള്ള കുടുംബമാണെന്ന്. ഞാനിതെല്ലാം പറഞ്ഞു തന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇനി നമ്മളെ കുറിച്ച് ചിന്തിക്ക്. നമ്മൾ പ്രവാചകന്മാരുടെയും മുൻഗാമികളുടെ ചരിത്രങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ നന്ദിയുള്ളവനാണെങ്കിൽ, ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി രേഖപ്പെടുത്തിയാൽ നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയുന്നു, നിനക്ക് എന്താ വേണ്ട? നീ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നേ? നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിനക്ക് എന്താ വേണ്ടേ? എന്റെ പൊന്നാര കാക്കാമാരെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അള്ളാഹു പറയുന്നു, ഞാൻ തരാം. സിറാജ് പറഞ്ഞ വാക്കുമാറ്റും, അല്ലാഹ് പറഞ്ഞ വാക്കുമാറ്റൂല. ലൈൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു പറയുകയാ, നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, നിനക്ക് വേണ്ടതൊക്കെ തരും. നീ എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. നിനക്ക് പണം വേണോ? നിനക്ക് മക്കളെ വേണോ? നിനക്ക് തിന്നാൻ ഭക്ഷണം വേണോ? നിനക്ക് എന്താ വേണ്ട? എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് പെട്ടെന്ന് അങ്ങ് ദഹിക്കൂല. ഞാൻ പറയുന്നത് പെട്ടെന്ന് ദഹിക്കണമെന്നില്ല. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബ. ഖുർആൻ പറയുക,
ഇവിടെ ഒരു രാജാക്കന്മാര് നീ അംബാനി അദാനിയൊക്കെ എന്തിനാ നോക്കണേ? ഓന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഓന്റെ കയ്യിൽ ഇരിക്കട്ടെ. അള്ളാഹു പറയുകയാ, ഓനെക്കാളും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെ പോലെ നിനക്ക് ജീവിക്കണോ? നീ എന്തിനാ ഇവന്മാരെ നോക്കണേ? അള്ളാഹു പറയുകയാ, നീ രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കണോ? ഞാൻ നിനക്ക് തരാൻ വേണ്ടത് മുഴുവനും, നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാം. നീ എന്തിനാ ടെൻഷനും ബേജാറുമാകുന്നേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന എന്തിനാ? തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ. ഞാനും നിങ്ങളും കഷ്ടപ്പെടാറുണ്ട്, ഉറക്കമൊഴിയാറുണ്ട്, എന്നാ കഷ്ടപ്പാടാ. എന്തിനാ കഷ്ടപ്പെടുന്നേ? ആരുടെ മുമ്പിലും കൈനീട്ടരുത്, ഭക്ഷണമില്ലാതെ മക്കൾ കരയരുത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹു നമ്മളോട് പറയുന്നു, നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ തരാം. അള്ളാഹു പറയുകയാണ്, നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ തരാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നല്ലതുപോലെ പഠിക്കണം. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ. അല്ലാഹു പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. നീ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കാം. എല്ലാം നിനക്ക് ഞാൻ തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്താൽ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്താ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളയാ പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. നിനക്ക് മാത്രമല്ല, നിനക്ക് തരാ, നിന്റെ ഭാര്യയ്ക്ക് തരാ, നിന്റെ മക്കൾക്ക് തരാ. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. വെമ്പായത്ത് ആരുടെ വീടിന്റെ അകത്ത് തിന്നാ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നാലും മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ ഒരിക്കലും പട്ടിണി ഉണ്ടാകില്ല. നിന്റെ മക്കള് തിന്നാനില്ലാതെ കരയൂല. നിന്റെ ഭാര്യ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരൂല. പറയുകയാണ്, ഒരേ ഒരു നന്മ ചെയ്താ മതി, ഒരേ ഒരു നന്മ ചെയ്താ മതി. ആ നന്മ ഏതെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇന്ന് ബഅദ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് ഉദവെടുത്തിട്ട് സൂറത്തു ത്വാഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായം എടുത്തിട്ട് അതിന്റെ അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. ആ അവസാനത്തെ പേജിനകത്ത് ഇങ്ങനെ ഒരായത്ത് കാണാം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. സൂറത്തു താഹ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. അള്ളാഹു പറയുകയാ, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, തലകുത്തി ഒന്നും നിൽക്കണ്ട, നീ പള്ളി ഒന്നും കെട്ടിക്കൊടുക്കണ്ട, പെങ്ങളെ ഹജ്ജിനും ഉംറയ്ക്കൊന്നും പോകണ്ട. അള്ളാഹു പറയുന്നു, 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിച്ചാ മതി, ഞാൻ തരാൻ നിനക്ക് ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? 5 നേരം നീ നിസ്കരിച്ചാ മതി. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകു. അല്ലാഹ് പറയുന്നു, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരാം മരിക്കുന്ന കാലം വരെ നിനക്ക് ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ബാങ്ക് വിളിക്കുമ്പോഴും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെങ്ങനെ? പള്ളി നിസ്കാരം നടക്കുമ്പോഴും നീ കച്ചവടം നടത്തും. നീ വെള്ളിയാഴ്ച 1 മണിക്കാ പോണേ, ഇമാമ് ഖുതുബയ്ക്ക് കയറുമ്പോ അപ്പോഴാ നീ പോണേ. എന്നിട്ട് നിനക്ക് എന്ത് വേണം? സമ്പത്ത് വേണം. എന്ത് വേണം? എല്ലാം അല്ലാഹ് തരും, കാത്തിരുന്നു.
അള്ളാഹു പറയുന്നു, നീ 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെമ്പായത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? വെമ്പായത്ത് ഈ ഇരിക്കണതിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണത് ആരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഉണ്ടായിരിക്കണേ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങളുടെ പള്ളിയിലെ ഇമാമ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ഉസ്താദന്മാരുടെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഉസ്താദന്മാരാ. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉസ്താദിനെ ഏറ്റവും നല്ല ഫുഡ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അത് ഉസ്താദിന്. കിളയ്ക്കാൻ പോകുന്നവനുണ്ട് 800 രൂപ, 900 രൂപ, 1000 രൂപ. ഉസ്താദിനോ? ഉസ്താദിന്റെ ശമ്പളം കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ? ഏറ്റവും ചെറിയ ശമ്പളം അദ്ദേഹത്തിനാ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അതെന്തേ ഉസ്താദെ നിസ്കരിക്കണേ എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം തരും, ഈ ചങ്ങാതിക്ക് എന്തേ മന്തിയും മട്ടനും നമുക്ക് കഞ്ഞിയും പയറും എന്തേ? വ്യത്യാസമുണ്ട് ഉസ്താദ് നിങ്ങളും തമ്മിൽ. ഉസ്താദ് 5 നേരം ബാങ്ക് വിളിച്ചു, 15 മിനിറ്റ് കഴിയുമ്പോൾ ഉസ്താദ് ജമാഅത്തായിട്ട് നിസ്കരിക്കും. നീയോ? നിനക്ക് സമയം കിട്ടുമ്പോൾ നീ പോയി നിസ്കരിക്കും. അതാണ് വ്യത്യാസം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കുന്നു, അദ്ദേഹം ജമാഅത്തായി നിസ്കരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് നല്ല ഭക്ഷണം കൊടുക്കുന്നത്. നിങ്ങൾ നിസ്കരിച്ചു നോക്ക്, നിങ്ങൾക്കും അല്ലാഹു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, മക്കളെ എന്നോട് നന്ദി കാണിച്ച ഞാൻ മറക്കൂല നിങ്ങളെ. എന്നോട് നിങ്ങൾ നന്ദി കാണിച്ച നിങ്ങൾക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരും. അതിപ്പോ ഏകദേശം മനസ്സിലായി എല്ലാവർക്കും. അള്ളയോ ഉള്ളെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളയോ ഉള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ നിനക്ക് വേണ്ടത് മുഴുവനും അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമയം കറക്റ്റ് 10 മണിയായി. എന്ത് വേണം? കറക്റ്റ് 10 മണിയായി ഇൻഷാ അല്ലാഹ്. കാരണം ഭക്ഷണം ഞാൻ നിർത്തിയിട്ട് വേണം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. ഞാൻ നിർത്തിയിട്ട് വേണം നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ചു നേരം കൂടി ഇരിക്കോ? കുറച്ചു നേരം കൂടി ഇരിക്കോ? 10:30 നിർത്തിയേക്കും. കുറച്ചു നേരം കൂടി ഇരിക്കോ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണ്ടേ? ചുമ്മാ ചോറും വാങ്ങിച്ചു പോകുന്നതല്ലല്ലോ. നമ്മൾ മജ്ലിസിൽ വരുമ്പോൾ നമുക്ക് അതിനൊരു ഉപകാരം ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ ഈ ദുആ മജ്ലിസിലെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. കുറച്ചു നേരം കൂടി ഇരിക്കോ? നിർത്തണോ പറയണോ? പറയണോ എന്നുള്ളൊരു കൈവക്കിക്ക്. അപ്പൊ കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ പിരിവില്ലല്ലോ കേട്ടോ, പിരിവൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. 2 ചേട്ടൻ്റെ മൈക്ക് നോക്കടോ, തൊണ്ട പിടിപ്പിക്കല്ലോ, എനിക്ക് നാളെ വാഴല്ലോ. രണ്ടാമതായിട്ട് അള്ളാഹു പറയുകയാ. അള്ളാഹു പറയുന്ന രണ്ടാമത്തെ കാര്യമെന്താ? നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്കുത്തരം തരാം. അല്ല പറഞ്ഞതാണ് രണ്ടാമത്തെ കാര്യം. നീ എന്നോട് ദുആ ചെയ്താൽ, നീ എന്നോട് ചോദിച്ചാൽ നിനക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ല പറയുന്നു, എന്നോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പച്ച മലയാളത്തിൽ പറഞ്ഞ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നീ ചോദിക്കുന്നതിന് ഉത്തരം അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്താ? എന്ത് ചെയ്താ? ഉറക്കെ പറ. എന്ത് ചെയ്താ? ദുആ ചെയ്താൽ ആരുത്തരം തരും? ആരുത്തരം തരും? അല്ല പറഞ്ഞു, എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് തരും. എന്നോട് നീ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഉത്തരം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാരും ദുആ ചെയ്യാറില്ലേ? എല്ലാരും ദുആ ചെയ്യാറില്ലേ? താത്താമാരൊക്കെ ചെയ്യാറില്ലേ? ഉത്തരം കിട്ടാറുണ്ടോ? ഉത്തരം കിട്ടാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ കിട്ടാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളൊക്കെ തലകുത്തി കിടന്ന് ദുആ ചെയ്യാറുണ്ട്, പക്ഷെ ഉത്തരം കിട്ടാറില്ല. കാരണം നമുക്ക് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. അതാ നമ്മളിങ്ങനെ കിടന്നിട്ട് ഷോ കാണിക്കണ പോലെയുള്ള അഭിനയം. നമുക്ക് ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, നിങ്ങൾ നിശായ്ക്ക് പള്ളിയിൽ പോയല്ലോ, നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഫർള് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാര പായിൽ ഇരുന്നിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. നിങ്ങൾ പള്ളിയിൽ പോയി എത്ര പേരാ സഹോദര ഇമാമു ദുആ ചെയ്തു ആമീൻ പറയണ ശബ്ദമെങ്കിലും നിങ്ങൾ പള്ളിക്കകത്ത് കേൾക്കാറുണ്ടോ? എടാ, ആ സമയത്ത് ഇരിക്കുന്നത് തന്നെ കാണണം. സദ്യ ഉണ്ണാനിരിക്കണവരായിരിക്കണേ. ചമ്മണം കൂട്ടിയിട്ട് അങ്ങോട്ട് ഇരിക്കുക ദുആ ചെയ്യുന്ന സമയം. ഇങ്ങനെ കൈ പിടിക്കണമെന്നാ ദുആ ചെയ്യണം. നമ്മളെങ്ങനെ പിടിക്കണത്? വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ് എന്ന് പറഞ്ഞ് താഴ്ത്തിയിട്ടിരിക്കുക.
ആ ദുആ ചെയ്യുന്ന സമയത്ത് പോലും ഒന്ന് നേരെ ഇരിക്കുവാനോ, ഒന്ന് കൈ ഉയർത്തി നേരെ പിടിക്കാനോ, അല്ലെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഒന്ന് ആമീൻ പറയാനോ നമ്മളിൽ പലർക്കും മനസ്സുണ്ടാകില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളതാ ഞാൻ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാരുടെ ഏറ്റവും വലിയ സങ്കടം, ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാനിത് ആർക്കു വേണ്ടിയാ അല്ലാഹ് ചെയ്യണേ, പടച്ചോനെ ഞാനിത്. അയാൾ സങ്കടം കൊണ്ട് ചിന്തിക്കാറുണ്ട്. ആമീനിന്റെ ശബ്ദമൊന്നും കേൾക്കാറില്ല. എല്ലാരും ഇങ്ങനെ ഇങ്ങനെ മൂളി മൂളി. ചിലര് ദുആ ചെയ്യണ സമയത്ത് എഴുന്നേറ്റ് ഭിത്തി ചാരിയിരിക്കും, ചിലര് പോയിട്ട് തൂണ് ചാരിയിരിക്കും, കിബിലയുടെ നേരെ കാലും നീട്ടിയിരിക്കും. ഇങ്ങനെ ഇരുന്നിട്ടാ. എന്റെ പൊന്നാര സഹോദര, ഓരോന്നിനും ഒരു അദബും മര്യാദയുണ്ട്. ദുആ ഞാൻ തന്നെ ഒരിക്കൽ ചിന്തിച്ചു. ഞാന് സ്ഥലം പറയണില്ല, ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ, പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലി ചെയ്യുമ്പോൾ എന്നെ ഒരിക്കൽ ഞാൻ ഒരു ദുആ ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാനും കൂടെയുള്ള ഉസ്താദും കൂടെ ഒരു വീട്ടിൽ പോയി. മരിച്ചതിന്റെ 7 ആ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഉസ്താദ് യാസീൻ ഓതി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ രണ്ടുപേരെയും വിളിച്ചൊരു റൂമിൽ ഇരുത്തിയിട്ട് ഇവരൊക്കെ പോയി യാസീനൊക്കെ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ എന്റെ കൂടെ ഉള്ള ഉസ്താദ് പുറത്തേക്ക് തലയിട്ടിട്ട് നോക്കി, ആരെങ്കിലും ഉണ്ടോ അല്ലാന്ന്. ആരെയും കാണുന്നില്ല. അപ്പൊ നോക്കുമ്പോ അങ്ങനെ 2 സഹോദരങ്ങൾ അവിടെ നിൽക്കാ ദുആ ചെയ്യാൻ പോകുന്നു. കേട്ടോ, ഉസ്താദ് ചെയ്തോളാം. എന്റെ കൂടെ വന്ന ഉസ്താദ് 3 പ്രാവശ്യം വിളിച്ചു, കാക്ക ദുആ ചെയ്യാ, നിങ്ങൾ ചെയ്തോളാം. അവസാനം ഞാൻ യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഞാൻ ചിന്തിച്ചു, ഇതിപ്പോ എന്ത് ചെയ്യാനാ, ഒരു യാസീൻ ഓതിയില്ല, കളയാൻ പറ്റുമോ, അവർക്കാർക്കും വേണ്ട. അവസാനം ഞാൻ തന്നെ ദുആ ചെയ്തു, അല്ലാഹ് ഇതെന്റെ മരിച്ചുപോയ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണേ അല്ലാഹ്. ഞാൻ അവസാനം എന്റെ വാപ്പയ്ക്ക് തന്നെ ഹദിയ ചെയ്തു. കാരണം ഞാനിത് തമാശ പറഞ്ഞതല്ല, ഇന്നത്തെ ദുആ ചെയ്യുന്നവരുടെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്ന ഇപ്പൊ ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞാലോ, ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് ചിലരൊക്കെ ഇങ്ങനെ ആമീൻ ആമീൻ, ഉസ്താദ് ഒരിക്കൽ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ആരോ പുറകിലിരുന്നിട്ട് ഇങ്ങനെ ആമീൻ പറയുന്നുണ്ട്. ഉണക്കാലത്ത് മഴ പെയ്തതുപോലെ ഉസ്താദിന് വല്ലാത്ത അത്ഭുതം. ആരാ അല്ലാഹ് ഇത്? നോക്കുമ്പോ ഒരു ചങ്ങാതി 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ ആമീൻ ആമീൻ. ഉസ്താദ് ദുആ അങ്ങ് നീട്ടി, ഉസ്താദിന്റെ ദുആ അങ്ങ് നീട്ടി. ഓനിങ്ങനെ ആമീൻ പറയുന്നത് കേട്ടപ്പോ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരാ അല്ലാഹ് പതിവില്ലാതെ ഇങ്ങനെ ആമീൻ പറയണേ. അപ്പൊ ഉസ്താദിനൊരു സംശയം, ഇനി വല്ല കിളി പോയതാണെങ്കിൽ അറിയത്തില്ലല്ലോ, വല്ല 5 പൈസ കുറവുള്ളതാണെങ്കിൽ അറിയില്ലല്ലോ. ഇവന്റെ ഇരുത്തവും പറച്ചിലും അങ്ങനെ ഉസ്താദ് ഈ ആമീൻ പറയുന്ന ചങ്ങാതിയെ നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? പോക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ ലോട്ടറി എടുത്തു വെച്ചിട്ടുണ്ട്. നാളെയാണ് ഈ സാധനം പോക്കറ്റിൽ വെച്ചിട്ട് ഇവൻ ആമീൻ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നവനാകട്ടെ പറയുന്നവനാകട്ടെ ഇഖ്ലാസ് ഇല്ലാതെ പോകുന്ന ഒരു കാലം. എടോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്കതിന് ഉത്തരമുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ദുആ എന്ന് പറഞ്ഞ എന്നോട് ഇവര് പറഞ്ഞു, സംഘാടകർ പറഞ്ഞു, ഉസ്താദേ പ്രസംഗം അല്പം കുറഞ്ഞാലും ദുആ കുറയരുത്. കാരണം ഈ വന്നിരിക്കുന്നവര് മുഴുവനും ദുആ പ്രതീക്ഷിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ദുആ എന്ന് ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് ദുആ എന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ദുആ ചെയ്താൽ ഉറപ്പായിട്ടും അല്ലാഹു ഉത്തരം തരികയാ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കടല് കണ്ടിട്ടുണ്ടോ മോനെ? കടലിന്റെ തിരമാല പോലും നമുക്ക് വല്ലാത്ത പേടിയാണ്. കാരണം അതിനകത്ത് അകപ്പെട്ടു പോയാൽ ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാ നിങ്ങൾ കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? പോകും തോറും വല്ലാത്ത ആഴമാണ് സഹോദരാ. നടുകടലിലെങ്ങാനും ഒരു മനുഷ്യനെ വീണുപോയാ 1% രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഒരു മനുഷ്യനെ നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. ഒന്നുമില്ലാതെ ഒരു മനുഷ്യനെ ജീവനോട് നടുകടലിൽ വലിച്ചെറിഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെടാൻ വല്ല സാധ്യതയുണ്ടോ സഹോദരാ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീന്. അത് കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ്. ആ തിമിംഗലം എന്ന് പറയുന്ന മീനെങ്ങാനും ഒരു മനുഷ്യനെ വിഴുങ്ങിയ ആ മനുഷ്യൻ രക്ഷപ്പെടാൻ വല്ല സാധ്യതയുമുണ്ടോ? എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ?
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കപ്പലിൽ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ചരിത്രം പഠിച്ചവരാണല്ലോ. അതാ യൂനുസ് നബി അലൈഹിസ്സലാമിനെ നടുകടലിലേക്ക് വലിച്ചെറിയുകയാ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കടലിന്റെ വെള്ളത്തിലേക്ക് അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. യൂനുസ് നബി വെള്ളത്തിൽ മുങ്ങി താഴുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. കടലിലെ ഏറ്റവും വലിയ മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ അടിയിലേക്ക് പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല. എത്ര കടന്നു നോക്കിയാലും എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ചെയ്ത ദുആ ഖുർആൻ പറയുകയാ. വനദാ ഫിദ്ദുലുമാത് لا إله إلا أنت سبحانك إني كنت من الظالمين. എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. രക്ഷപ്പെടാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല. കടലിന്റെ ഇരുട്ടിന്റെ അകത്ത്, മീനിന്റെ വയറിനകത്ത് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് അല്ലാഹു കൈവിടില്ല എന്നറിയാ. എന്റെ റബ്ബിനോട് ചോദിച്ചാ അല്ലാഹു സഹായിക്കുമെന്നറിയാ. അതുകൊണ്ട് അവിടെ കിടന്നിട്ടാണ് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിക്കുന്നത്. വനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അവിടെ കിടന്നുകൊണ്ട് പടച്ചവനോട് സഹായം ചോദിക്കുകയാ, അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു തന്നെ പറയുകയാ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂ. യൂനുസ് എങ്ങാനും അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. പടച്ചവനെ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറല് പോലുമില്ലാതെ ആ മീൻ തന്നെ യൂനുസ് നബിയെ കരയിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോ ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ വാപ്പാ? എന്റെ വാപ്പയോട് ചോദിക്കുകയാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നീ അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചാ ഉറപ്പായിട്ടും അല്ലാഹു തരുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരിക്കലും അല്ലാഹു കൈവിടൂല. പെങ്ങളെ, ദുആ ചെയ്യണം പെങ്ങള്. ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ ഏതാണെന്നറിയോ? ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ക്യാൻസർ എന്താണെന്നറിയോ? സഹോദരാ, നിരാശയാ. നിരാശയാടോ ഈ സമുദായത്തിന്, നിരാശയാടോ? പടച്ചവനെ, ജീവിതത്തിൽ അല്ലാഹു എന്തെങ്കിലും ഒരു പ്രയാസം കൊടുത്താൽ എല്ലാം തീർന്നു പോയടോ, ഇനി ഒരിക്കലും ശരിയാകില്ല. ഈ ഒരു ചിന്തയാണ്, ഈ ഒരു ചിന്തയാണ്. ഇല്ല സഹോദരാ, അല്ലാഹുവിന് നിന്റെ രോഗം മാറ്റാൻ കഴിവില്ല. ഒരു നിമിഷം മതി മോനെ. അല്ലാഹുവിന് മരുന്നിന്റെ ആവശ്യമില്ല ചെറുപ്പക്കാരാ. ഏത് രോഗവും മാറ്റാനും പടച്ചവന് പവറുണ്ടടാ. പച്ചവെള്ളം കുടിച്ചാ മാറ്റാൻ അല്ലാഹുവിന് പവറുണ്ട് ചെറുപ്പക്കാരാ. നിനക്ക് സമ്പത്ത് തരാറ്, നിനക്ക് ജോലി തരാറ്, നിന്റെ കടയിലെ കച്ചവടം തരാറ്, നിനക്ക് വീട് തരാറ്, നിനക്ക് മക്കളെ തരാറ്. അല്ലാഹുവിന് കഴിവില്ലേ സഹോദരാ? അല്ലാഹുവിന് കഴിവുണ്ട് മോനെ. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, വിവാഹം കഴിഞ്ഞ് 11 കൊല്ലമായി മക്കളില്ല, ദുആ ചെയ്യാറ്. അല്ലാഹുവേ, സന്താന ഭാഗ്യം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നിരാശ പാടില്ലടോ. നിരാശ സാധാരണ പാപമല്ല, അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും പതറരുത്, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടരുത്. മക്കളില്ലാത്ത സഹോദരങ്ങളോട് പറയുകയാണ്, ഭർത്താവ് പറയുന്ന ഭാര്യയുടെ കുഴപ്പമാണ്, ഭാര്യ പറയുന്ന ഭർത്താവിന്റെ കുഴപ്പമാണ്. ചിലര് പറയുന്നു വയസ്സായി 35ഉം 40ഉം വയസ്സായി ഇനി മക്കളുണ്ടാകില്ല. ഒരു സഹോദരൻ പറഞ്ഞു 11 കൊല്ലമായി മക്കളില്ലെന്ന്. അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.